ഹായ് ഗായ്സ്, അപ്പം നമ്മുടെ കല്യാണ വിശേഷം ബാക്കി ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം. രാവിലെ തന്നെ എല്ലാവരും മീൻ പിടിക്കാനൊക്കെ പോണ തിരക്കിലായിരുന്നു കേട്ടോ. രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണിയൊക്കെ ആയിരുന്നു ഞങ്ങൾ എഴുന്നേറ്റത്. രാത്രി നല്ലപോലെ ലേറ്റായി കിടന്നതിൻ്റെ ക്ഷീണം ഞങ്ങളുടെ 3 പേരുടെ മുഖത്ത് നിന്ന് കാണാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ റിസോർട്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കിടന്നു കേട്ടോ. അങ്ങനെ ഇങ്കുവാവയുടെ കൂടെ കളിയൊക്കെ കഴിഞ്ഞ് ഒരു കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത്. ഇങ്കുവാവി ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ 3 പോയി വേഗം കുളിച്ച് റെഡിയൊക്കെ ആയി. ഞാനിട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടോപ്പാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി റിസോർട്ടിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. പോകുന്നത് വേറെ എവിടേക്കുമല്ല, കല്യാണ ചെക്കൻ്റെ വീട്ടിലേക്കാണ്. നമുക്കൊരു 3 ദിവസത്തെ പരിപാടിയായിട്ടാണ് ഈ കല്യാണം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്ക് 3 ദിവസം കൂടാൻ പറ്റാത്ത കാരണം നമ്മൾ റിസപ്ഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ കല്യാണ ചെക്കൻ്റെ വീട്ടിലെത്തി. വീട്ടിൽ കുറച്ച് പണികളും കൂടി, പന്തലിൻ്റെ പണിയും കൂടി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അമ്മയും അമ്മായിമാരും എല്ലാവരും കൂടി ഇരുന്ന് മീൻ നന്നാക്കിക്കൊണ്ടിരിക്കും. ഈ മീനിൻ്റെ പേര് മറ്റും അമ്മ പറഞ്ഞത് ഡെയ്സി എന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാണ് വയറ് നിറച്ച് കഴിച്ചത്. അപ്പോൾ റിസപ്ഷന് ഇനിയും സമയമുള്ളത് കൊണ്ട് അവിടെ അടുത്തുള്ള അഴീക്കൽ ബീച്ച് കാണാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ പോയത്. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ ബീച്ചിൻ്റെ സൈഡിലുള്ള കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നേരെ തിരിച്ച് കല്യാണച്ചക്കൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. അവിടെ പോയി പിള്ളേരെയൊക്കെ ഒന്ന് സെറ്റാക്കണം, കിടത്തി ഉറക്കുകയൊക്കെ ചെയ്യണം, എന്നാലാണ് റിസപ്ഷൻ കൂടാൻ പറ്റുള്ളൂ. അപ്പോൾ അത്ര